ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം, ഇന്നലെയല്ല അതിന് മുമ്പിലത്തെ ദിവസം വൈകുന്നേരം ഒരു യോഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ പദവിയോട്. പക്ഷേ അവിടം തൊട്ട് പിന്നെ കേരളത്തിൻ്റെ ഒരു പോക്കുണ്ടല്ലോ. വൈകുന്നേരം അടൂരെത്തുമ്പോൾ മുഖ്യമന്ത്രി ഏതാണ്ട് അരമണിക്കൂറിലേറെ സമയമെടുത്ത് ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്ന കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായ മറുപടി. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് SFI ഇങ്ങനെ കാലിക്കറ്റ് ക്യാമ്പസിലാകെ കൃത്യമായ പ്രതിരോധത്തിലേക്ക് പോകുന്നു. ഇന്നലെ വൈകുന്നേരം വീണ്ടും ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ ഗവർണറെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അപ്പോഴും മിനിസ്റ്റർ ഒരു കാര്യം, ഈ ഗവർണർ തയ്യാറാക്കിയ ലിസ്റ്റിൽ എങ്ങനെയാണ് ഈ ലീഗും കോൺഗ്രസും വന്നു ചേരുന്ന സെനറ്റിലേക്ക്? അതിൻ്റെ വഴി എന്താണ്? അതിൻ്റെ റൂട്ട് എന്താണ്? അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതാണ് ഒരു നെക്സസ് ഇവർ തമ്മിലുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. കേരളത്തിലെ BJPയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, അട്ടിമറിക്കാൻ കേരളത്തിലെ BJP ആഗ്രഹിക്കുന്നത് പോലെ BJPയുടെ ഒരു സംസ്ഥാന ഘടകത്തെ പോലെ പ്രവർത്തിക്കുന്ന KPCC നേതൃത്വത്തെയും പ്രതിപക്ഷ നേതാവിനെയും വെച്ചുകൊണ്ട് ഞാൻ മുമ്പ് ഉപയോഗിച്ച വാക്ക് വീണ്ടും ആവർത്തിക്കണം, ഒരു അണ്ടർ കവർ ഏജൻറ്റിനെ പോലെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി BJPയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ BJPയുടെ ദേശീയ നേതൃത്വം പോലും കരുതാത്ത നിലയിൽ BJPയുടെ സംസ്ഥാന ഘടകത്തേക്കാൾ മനോഹരമായി അതിൻ്റെ പ്രവർത്തനം നടത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതാണ് പൊതുവേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ഒരക്ഷരം ഉണ്ടാൻ അവർ തയ്യാറാകുന്നില്ല. അവരോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടന ഒരു ചെറിയ പ്രതിഷേധം, വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണമാണ് ലക്ഷ്യം, സിൻഡിക്കേറ്റിലും സെനറ്റിലും മറ്റു ആളുകളെ തിരികെ കയറ്റി കാവ്യവൽക്കരണം നടത്താനുള്ള ശ്രമത്തിനെതിരെ ശബ്ദിക്കാൻ കരിങ്കൊടി പോയിട്ട് ഒന്ന് ഉറക്കെ അതിനെതിരെ ഒരു പ്രസ്താവന കൊടുക്കാൻ പോലും തയ്യാറാകാത്തത് ABVPയേക്കാൾ KSU ഈ വിഷയത്തിൽ ഗവർണറോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ മിനിസ്റ്റർ, ഞാൻ ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. അതായത് പഴയ SFI നേതാവാണ്, DYFI നേതാവാണ്, ഇപ്പോൾ മന്ത്രിയാണ്. ഇവിടെ SFI ശക്തമായി സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ KSUവും യൂത്ത് കോൺഗ്രസും സമരം ചെയ്യാത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നേരെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് പിണറായി സർക്കാരിനെതിരെ, ഈ യാത്രയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന എന്ന നിലയിൽ പറയുന്ന KSUവിനോട് സർക്കാരും പോലീസും എടുക്കുന്ന സമീപനം എന്ന നിലയിൽ താരതമ്യം ചെയ്യാനൊരു ശ്രമവും നടക്കുന്നുണ്ട്. നിങ്ങൾ ബസ്സിലിരുന്ന് കാണുന്നതാണ്. ആ സമരത്തിൻ്റെയോ ആ കരിങ്കൊടിയുടെയോ രീതി ഇപ്പോൾ SFI ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടത്തിയ സമരം, ഇന്നലെ തിരുവനന്തപുരത്ത് വരെ രാത്രി സമരമായിരുന്നു. അപ്പോൾ ഈ സമരങ്ങൾ തമ്മിൽ, സമര രീതിയുമായി ബന്ധപ്പെട്ടാണോ നിങ്ങളുടെയൊക്കെ നിലപാടും വിമർശനവും നിൽക്കുന്നത്? സമര രീതി ഒരു പ്രശ്നമാണ്. ഒരു സമരം നടത്തുന്നതിനൊരു കാരണം വേണ്ട. എന്തിനാണ് നവകേരള സദസ്സിനെതിരെയുള്ള സമരം? ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. പിന്നെ ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടി വീഴുന്ന ആത്മഹത്യാ ശ്രമം മോഡൽ സമരം, ചാവേർ സമരം, അതെന്തിനു വേണ്ടിയാണ്? അങ്ങനെ ഒരു സമരരീതി ശരിയാണോ? യഥാർത്ഥത്തിൽ തീവ്രമായ സമരം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തീവ്രമായ സമരം, വലിയ നിലയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ നടത്തേണ്ടത്. ഇന്ന് രാജ്യത്ത് നടത്തേണ്ട സമരം നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിശക്തമായ സമരം നടത്തേണ്ട ഘട്ടങ്ങളിൽ അതിന് വരാതെ ഇവിടെ ചാവേർ സമരം നടത്തുന്നത് BJPയെ സഹായിക്കാനാണ്. BJPക്കെതിരെ രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിച്ച് രാജ്യത്തിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ബദൽ നയം മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനാണ്, അസ്ഥിരപ്പെടുത്താനാണ് KSUവിനെ ഇറക്കി, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ ഇറക്കി BJPയെ സഹായിക്കാൻ ഇതുപോലുള്ള സമരം നടത്തുന്നുള്ള അഭിപ്രായം കോൺഗ്രസിൽ തന്നെ ശക്തമാണ്. അത് ശക്തമായി വരുന്നു. അതാണ് ഗവർണർക്കെതിരെ ഒന്ന് ഉറക്കെ പ്രസ്താവന നടത്താൻ പോലും തയ്യാറാകാത്തവർ ഇവിടെ ചാവേർ സമരവുമായി ഇറങ്ങിയിരിക്കുന്നത്. ആ ചാവേർ സമരം ഇപ്പോൾ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം ഒരു സംശയം വേണ്ടതില്ല. ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്ന കാവ്യവൽക്കരണ, മതവർഗീയവൽക്കരണ, സിലബസുകളിൽ വർഗീയവശം കുത്തിവെക്കുന്ന നിലപാടിനെതിരെ ഒരു സർക്കാർ ശബ്ദിച്ച് ഇന്ത്യക്കാകെ വെളിച്ചമായി മാറുമ്പോൾ അവരെ സഹായിക്കാനാണ്, ആ സർക്കാരിനെ ദുർബലപ്പെടുത്താനാണ് ഇത്തരം സമരങ്ങൾ. അപ്പോൾ ഏതായാലും വളരെ ദീർഘമായി തന്നെ രാവിലെ സംസാരിച്ചു. നടപ്പിൻ്റെ വേഗത കുറച്ച് കൂട്ടാം. താങ്ക് യു. അപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ്, ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയാണ് സംസാരിച്ചത്. നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് രാവിലെ ഈ പറഞ്ഞതുപോലെ കൊല്ലം കടന്നുപോകുന്ന, മന്ത്രിമാരും മുഖ്യമന്ത്രിയും കടന്നുപോകുന്ന കൊല്ലം ജില്ലയുടെ പൊതുമരാമത്ത് മേഖലയിലെ നടപടികളെക്കുറിച്ച്, അതുപോലെ തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒക്കെയാണ് സംസാരിച്ചു വന്നത്. അവിടെ നിന്ന് രാഷ്ട്രീയമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം, ഗവർണർ ഈ തരത്തിലുള്ള കേരളത്തിൻ്റെ ഒരു പൊതുവിമർശനം ഏറ്റുവാങ്ങി നിൽക്കുമ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. അതായത് എങ്ങനെ UDFകാർ, RSS, ഗവർണർ,
താൽപ്പര്യാർത്ഥം രൂപപ്പെട്ട സർവകലാശാലകളിലെ സെനറ്റുകളിലേക്കുള്ള ലിസ്റ്റിൽ എങ്ങനെ UDFകാർ കടന്നു വന്നു, കോൺഗ്രസ് ലീഗ് പ്രാതിനിധ്യം എങ്ങനെ വന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു യോജിപ്പിനെ ചൂണ്ടിക്കാട്ടിയാണ് BJP സമീപനത്തെ എതിർക്കാതെ അവർക്കൊപ്പം സഹകരിക്കുന്ന കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടിയാണ്. അതേസമയം ഈ സമരങ്ങളുടെ സ്വഭാവത്തിലും രീതിയിലുമുള്ള വ്യത്യാസത്തെയും അതിൻ്റെ പ്രശ്നങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി നമ്മളോട് രാവിലെ സംസാരിച്ചത്.